ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും രുചിയുള്ളൊരു ഐറ്റം അതാണ് മിക്കവരുടെയും ആവശ്യം കേട്ടോ. പലരും പറയാറുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് ഞാൻ കൂടുതലും കാണാറെന്ന്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാനൽ സബ് ചെയ്തതും എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ അത്തരത്തിലുള്ളൊരു വിഭവം തന്നെയാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ നമ്മൾ വട്ടത്തിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നേന്ത്രപ്പഴത്തിന് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബട്ടറാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ബട്ടറിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു കാരമൽ എഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. നമ്മൾ എടുക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ നമുക്ക് ഇതിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചെറുതാണെങ്കിൽ ചിലപ്പോൾ 3 തന്നെ എടുക്കേണ്ടി വരും. എന്തായാലും ഒരു പാൻ നമ്മൾ കവർ ചെയ്യാൻ രീതിക്ക് വേണം നമ്മളിതുപോലെ നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അധികം പിന്നെ ഇത് വെക്കേണ്ട കേട്ടോ. നേരത്തെ ഭാഗം ആയ അത്രയും ടൈം നമുക്ക് കൊടുക്കേണ്ട. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം മൈദ, അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകരം നിങ്ങൾക്ക് ഏലക്ക പൊടി ചേർക്കുന്നവർക്ക് അതും ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത കൂട്ടുണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ വെച്ച പഴം ഉണ്ടല്ലോ, ആ പഴത്തിൻ്റെ കൂട്ടിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. നമ്മൾ പഴം മറച്ചിട്ട് കൊടുത്തല്ലോ, ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൂട്ട് അടിച്ചെടുത്തിട്ട് ഈ പഴത്തിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ടതിന് ശേഷം ബാക്കിയുള്ള വേവ് നമ്മൾ ഈ ഒരു കൂട്ടോട് കൂടിയാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഉള്ള വേവ് ഇതുപോലെ അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത്. ബാറ്റർ ഈ ഒരു ചട്ടി മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റോളം നമുക്കിതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് നമ്മൾ തുറന്ന് നോക്കിയതിന് ശേഷം ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡും നിങ്ങൾക്ക് ഒന്ന് മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് അങ്ങ് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഭാഗം ഒന്നൊന്ന് ക്രിസ്പിയായി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതല്ല നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. പഴവും അതുപോലെ മൈദപ്പൊടിയോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു പഴം വെച്ചിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ മൈദക്ക് പകരം ഗോതമ്പ് പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ മൈദ ആയിരിക്കും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.